വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. 3ാം ക്ലാസ് അറബിക്ക് ക്രിസ്മസ് പരീക്ഷയുടെ അല്ലെങ്കിൽ 2ാം പാദവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറും അതിൻ്റെ ഉത്തരങ്ങളാണ് സാർ ഈ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, മക്കൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ 6 പ്രവർത്തനങ്ങളുണ്ടായിരുന്നത്. അതിൽ 1ാമത്തെ പ്രവർത്തനം, ഈ പ്രവർത്തനം നിർബന്ധമായ എല്ലാവരും ചെയ്യണം. ബാക്കിയുള്ള 5 എത്ര എഴുതണം? 4 എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ഓരോ പ്രവർത്തനമായിട്ട് നോക്കിയാലോ? ഓക്കെ, ശരി. അപ്പം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി എല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇവിടെ നോക്ക്, എന്താണ് നഖറഉൽ ഫിഖറ വ നുജീബ്, പാരഗ്രാഫ് വായിച്ച് ഉത്തരം ചെയ്യുക എന്നാണ്. ദഹബ മാസിൻ വ നജീബ് ഇല സൂഖ്, മാസിനും നജീബും എവിടേക്ക് പോയി? അങ്ങാടിക്ക് പോയി. ഇഷ്തറ മാസിൻ കിതാബൻ, മാസിൻ ഒരു പുസ്തകം വാങ്ങിച്ചു. ബി 5 റൂബിയ, 5 രൂപയ്ക്ക്. വഷ്തറ ഹക്കീബ, ഒരു ബാഗ് വാങ്ങിച്ചു. ലിയുഖ്തിഹി, തൻ്റെ സഹോദരി, ആരാത്? സൽമ. ബി 60 റൂബിയ, 60 രൂപയ്ക്ക് ബാഗ് വാങ്ങിച്ചു. അല്ല, പിന്നെ ഇഷ്തറ നജീബ്, നജീബ് വാങ്ങിച്ചു. ഉൽബത്തൽ അൽവാൻ, കളർ ബോക്സ്. ബി 40 രൂപ, 40 രൂപയ്ക്ക്. റജ മാസിൻ വ നജീബ്, മാസിനും നജീബും പോയി. ഫി സയ്യാറ, മടങ്ങി, കാറിൽ മടങ്ങി. അപ്പോൾ ചോദ്യം എന്താണ്? മൻ ഇഷ്തറൽ ഹഖീബ, ആരാണ് ബാഗ് വാങ്ങിച്ചത്? ആരാ ബാഗ് വാങ്ങിച്ചത്? അല്ലേ? ഇഷ്തറ മാസിൻ കിതാബൻ, മാസിനാണ് എന്ത്? കിതാബും ഹഖീബത്തും വാങ്ങിച്ചത്. അപ്പോൾ ഉത്തരം ഏതാ വരിക? മാസിനാണോ നജീബാണോ ഷാജിയാണോ? മാസിനാണ് ഉത്തരം വരിക. അല്ലേ മക്കളെ? മൻ ഹുവ അഖൂ സൽമ, സെൽമയുടെ സഹോദരൻ ആരാണ്? അല്ലേ? ഇപ്പം സെൽമയുടെ സഹോദരൻ ഇവിടെ പറയുന്ന ഇഷ്തറ മാസിൻ ലി ഉഖ്തിഹി എന്ന് പറയട്ടെ, തൻ്റെ പെങ്ങൾക്കാണ് വാങ്ങിച്ചത്. അപ്പോൾ ആരുടെ പെങ്ങളാ? ആരുടെ പെങ്ങളാ? മാസിൻ്റെ പെങ്ങളാണ്. ശരിയല്ലേ? മാതാ ഇഷ്തറ നജീബ്, നജീബ് എന്താണ് വാങ്ങിച്ചത്? നജീബ് എന്താ വാങ്ങിച്ചതെന്ന് പറഞ്ഞ്? ഇഷ്തറ നജീബ് ഉൽബത്തൽ അൽവാൻ, പാരഗ്രാഫിൽ നോക്കണം അല്ലേ? അപ്പോൾ ഉൽബത്തൽ അൽവാൻ എന്ന് ഉത്തരം കൊടുക്കും. അടുത്തത് റജ മാസിൻ വ നജീബ്, മാസിനും നജീബും മടങ്ങി. എന്തിൽ? എന്താ പറഞ്ഞത്? ഫി സയ്യാറ. അല്ലേ? ഇവിടെ ഇതിൽ എന്തിനു മടങ്ങിയത്? ഫി സയ്യാറ, കാറിലാണ് മടങ്ങിയത്. അല്ലേ? കാറിലാണ് മടങ്ങി. അടുത്തത് ഇഷ്തറ മാസിൻ, മാസിൻ വാങ്ങിച്ചു. കിതാബും, ബുക്ക്. എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ച്? ബി 5 റൂബിയാത്ത്, അതൊരു 5 രൂപയ്ക്ക്. അല്ലേ? അപ്പോൾ നമുക്കിവിടെ 5 റൂബിയാത്ത് എന്നെഴുതണം. മനസ്സിലായോ? ഓക്കെ, അതാണ് 1ാമത്തെ പ്രവർത്തനം. എല്ലാവരും ശരിയായിട്ടുണ്ടാവൂലേ? ഇൻഷാ അല്ലാഹ്. ഇനി 2ാമത്തെ എന്താ? നുറത്തിബിൽ ബയാന ഹസബ സുവർ. ഇവിടെ കുറേ ബയാനുകൾ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഇത് ഇവിടെ താഴെ കുറേ ചിത്രത്തിൻ്റെ അനുയോജ്യമായ ബയാനാണ് അല്ലേ? അപ്പോൾ സാറ് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന് അനുയോജ്യമായ, ഓരോ ചിത്രത്തിന് അനുയോജ്യമായത് ഇവിടെ കൊണ്ടുവയ്ക്കണം. അപ്പം ഞാൻ ഇതിൻ്റെ അർത്ഥം പറയാം. അപ്പം മക്കൾക്ക് ഏതാ വരുന്നത്? ഷാവറ ജാസിർ, ഷാവറ എന്താണ്? ഷാവറ ജാസിർ വഖ്തഹു, ജാസിറും അവൻ്റെ പെങ്ങളും സംസാരിച്ചു അല്ലെങ്കിൽ ചർച്ച ചെയ്തു. മഅൽ മുസാരി, ആരോ കൃഷിക്കാരനോട്. അസമ ജാസിർ വഖ്തഹു ജാസിറ, ജാസിറും ജാസിറയും തീരുമാനിച്ചു. അല യഅദാദി ഫിലാഹത്തിൽ മത്ബഖ്, എന്തുണ്ടാക്കാൻ? എന്തുണ്ടാക്കാൻ? നമ്മുടെ ഫിലാഹത്തുൽ മത്ലബ്, അടുക്കളത്തോട്ടം. ദഹബ ജാസിർ വഖ്തുഹു ഇലൽ മസ്റ, ജാസിറും അവൻ്റെ പെങ്ങളും കൂടി തോട്ടത്തേക്ക് പോയി. സക്ക ജാസിർ വഖ്തുഹു അൽ ഫിലാഹത സബാഹ മസാ, ജാസിറും അവൻ്റെ സഹോദരിയും എന്ത്? പച്ചക്കറിത്തോട്ടം രാവിലെയും വൈകുന്നേരവും നനച്ചു. ഖറസൽ ബുദൂറ വഷത്തലാത്ത ഫിൽ ഫിലാഹ, അവർ ചെടിയും വിത്തുകളും എന്ത് ചെയ്തു? തോട്ടത്തിൽ നട്ടു. ഇഷ്തറ ബഅദൽ ബുദൂറി വഷത്തലാത്ത് ഫിൽ മിനൽ മുസാരി, അവന് കുറച്ച് വിത്തുകളും ചെടികളും എന്താണ് കൃഷിക്കാരിൽ, മുസാരിയിൽ നിന്ന് വാങ്ങിച്ചു എന്നാണ്. അപ്പോൾ ഇവിടെ താഴെ ചിത്രങ്ങളുണ്ട് അല്ലേ? ഈ ചിത്രങ്ങൾക്ക് അനുയോജ്യമായ ഓരോ സെൻറ്റൻസുകൾ അവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് 1ാമത്തെ എന്താണ്? 1ാമത്തെ അവർ ഫിലാഹത്തുൽ മത്ബഖ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു, അതവിടെ കൊടുത്തിട്ടുണ്ട്. 2ാമത് അവർ പോവുകയാണ് അല്ലേ? എവിടേക്കാണ് പോകണത്? മസ്റഅത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഏതാ പോയി എന്ന് ഏതാ പറഞ്ഞു? ഞാൻ ഇത് ദഹബ അല്ലേ? അപ്പോൾ ഈ 1 ഇവിടെ വരും, ശരിയല്ലേ? അടുത്തത്
അവരെന്താ ചെയ്യുന്നു ഇവിടെ കൃഷിക്കാരനായിട്ട് സംസാരിക്കുന്നു അല്ലേ, ചർച്ച ചെയ്തു. അതിനേതാ പറഞ്ഞത്? ഷാവറ ജാസിർ. ഇതാണ് ഇവരെ 2 അല്ലേ. അപ്പോൾ നമുക്ക് 2 ഇവിടെ വരും. എന്നിട്ടോ അവര് വിത്തും ചെടികളും വാങ്ങിച്ചു. അതായത് പറഞ്ഞ് വാങ്ങിച്ചു എന്നുള്ളതിന് ഇഷ്തറ ബഅദൽ ഉദൂർ വശതലാത്ത്. അപ്പോൾ ഇത് 3 അല്ലേ. പിന്നെ ഇപ്പം ഇത് 3 പേരും 4 അവരെന്ത് ചെയ്തു? അതൊക്കെ ഇവിടെ നട്ടു എന്നുള്ളതിന് ഏതാ? നട്ടു അല്ലേ, ഖറസ. ഇതായിരിക്കും 4. ശരിയല്ലേ, ഖറസ. അതൊക്കെ നട്ടു. അവസാനം എന്ത് ചെയ്തു? അവസാനം അവരതിനെ നനയ്ക്കുന്നുണ്ട് അല്ലേ ഇവിടെ. അപ്പം നനച്ചു എന്നുള്ളതിന് പറയണതിന് ഏതാ? നനച്ചു എന്നുള്ളതിന് സഖാ ജാസിർ. ഇത് 5 വരും. ഓക്കെ, 5 നമ്മൾ, ഇത് 4, ഇത് 5. ശരിയല്ലേ, സിമ്പിളായി ചെയ്യാം. ഓക്കെ മക്കളെ. ഇനി അടുത്തത് 3ാമത്തെ പ്രവർത്തനം എന്താണ്? ദാനിഷ് സ്വദീഖു ജാസിർ. ഡാനിഷാണ് ജാസിറിന്റെ കൂട്ടുകാരൻ. യൗമൻ സാറ ഫിലാഹത്തുൽ മതഹബ്. അവനെന്ത് ചെയ്തു? ജാസിറിന്റെ തോട്ടം സന്ദർശിച്ചു. സഅല ദാനിഷ് അനിൽ ഫിലാഹ. ഡാനിഷ് എന്താണ് തോട്ടത്തെക്കുറിച്ച് ചോദിച്ചു. ഫദാറ ബൈനഹുമാ ഹിവാർ. അപ്പോൾ അവർ തമ്മിൽ ഹിവാർ നടന്നു. എന്താണ്? മസാ അൽ ഖൈർ, മർഹബം ബിക്കുന്നുണ്ട്. അപ്പോൾ മസാ അൽ ഖൈർ എന്ന് പറഞ്ഞാൽ എന്ത് പറയണം അല്ലേ? മസാ അന്നൂർ അല്ല, മസാ അന്നൂർ എന്ന് പറയാം. മസാ അൻ നൂർ എന്ന് പറഞ്ഞു. അപ്പോൾ യാ ജാസിർ, ദാനിഷ് ചോദിച്ചു, യാ ജാസിർ ഫിലാഹത്തുക ജമീല, നിന്റെ തോട്ടം നല്ല രസമുണ്ട്. അപ്പോൾ ജാസിർ പറഞ്ഞു, ശുക്രൻ യാ സദീഖി, കൂട്ടുകാരാ നന്ദി. അപ്പോൾ ചോദിച്ചു, മിൻ ഐന ഹസൽത്ത, നിനക്ക് എവിടുന്നാ കിട്ടിയത്? എന്താ കിട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചിന്? അഷത്തിലാത്ത് അല്ലേ, ചെടികൾ. അഷത്തിലാത്ത. പിന്നെ വൽ ബുദൂർ എന്ന് പറയാം, വിത്തുകൾ. വൽ ബുദൂർ അതൊക്കെ എവിടുന്നാ കിട്ടി ചോദിച്ചു. അപ്പോൾ ആരെ പറഞ്ഞ് എവിടുന്നാ കിട്ടിയത്? മിനൽ മുസാരി അല്ലേ, തോട്ടക്കാരൻ. അല്ലെങ്കിൽ മിനൽ മസ്റ എന്ന് എഴുതാം, അല്ലെങ്കിൽ മിനൽ മുസാരിയോ എന്ന് എഴുതാം. മിനൽ മസ്റ, തോട്ടത്തിൽ നിന്ന്. മൻ യുസായിദുക, ആരാണ് നിന്നെ സഹായിക്കുന്നത് അല്ലേ? സഹായിക്കുന്നത് ആരാന്ന് പറഞ്ഞ ഉഖ്തല്ലേ, ജാസിറ. ജാസിറാന്ന് പേര് കൊടുക്കാം, അല്ലെങ്കിൽ ഉഖ്തി ജാസിറ. ഉഖ്തി ജാസിറ, എൻ്റെ സഹോദരി ജാസിറയാണ് എന്നെ സഹായിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ ജാനിഷ് പറയാണ്, ഉരീദു എഴുതാതൽ ഫിലാഹ, എനിക്കും ഒരു ഫിലാഹ ഉണ്ടാക്കണം. അഹ്സൻ തന ഉസായിദ്, ഞാൻ അതിനെ സഹായിക്കാം. അപ്പോൾ ഡാനിഷ് ശുക്രൻ അല്ലേ, ശുക്രൻ എന്ന് പറയും. നന്ദി. അഫ്വൻ, നോ മെൻഷൻ പ്ലീസ്. ഓക്കെ, അതാണ് 3ാമത്തെ പ്രവർത്തനം. ഇനി 4ാമത്തെ, ബദഅതു മുസാബഖത്തുൽ ഉൻഷൂദ ഫിൽ മഹ്റജാനിൽ ഫന്നി. കലോത്സവത്തിൽ എന്താണ് പാട്ട് മത്സരം നടന്നു. ഇസ്തഅദ ദാരിസൂൻ ലിൽ മുസാബഖ, വിദ്യാർത്ഥികളെല്ലാം മത്സരത്തിന് റെഡിയായി. വഅഖദു റഖമൽ ഫുർസ, അവർ ചാൻസ് നമ്പർ എടുത്തു, കോഡ് നമ്പറായി. വഅല്ലഖൂഹു അലാ ഖമീസിഹിം, അവർ അവരുടെ ഷർട്ടിൽ അത് കുത്തുകയും ചെയ്തു. അപ്പോൾ അതിനെ സഹായിക്കണം, നുക്കമ്മിൽ അത് പൂർത്തിയാക്കണം. ഇവിടെ എത്രയാ? 22-ന് ഇസ്നാനി വഅശ്റൂൻ. ഇവിടെ എത്രയാ? 23 അല്ലേ. അപ്പോൾ ആദ്യം 3 പറയണം അല്ലേ. ആദ്യം 3 എങ്ങനെയാ? സലാസ വഅശ്റൂൻ, സലാസ വഅശ്റൂൻ അല്ലേ വരിക. അടുത്ത് ഇവിടെ 40 വഅശ്റൂൻ 24, ഏതാ വരിക? 22 ഇട്ടു ആദ്യം, പിന്നെ 4 ഇട്ടു, 24. ശരിയല്ലേ? അടുത്തതോ 25 നമ്മൾ 5 അത് എഴുതണം. എത്രയാ? ഖംസ വഅശ്റൂൻ, 25. പിന്നെ 6 വഅശ്റൂൻ 26. അപ്പം 2 6 26 അല്ലേ, 26. 27 സബ്അ, സിമ്പിള്, സബ്അ
വഇശ്റൂൻ. സബ്അ വഇശ്റൂൻ. അത്രയേ ഉള്ളൂ. ശരിയല്ലേ? എല്ലാവരും ശരിയാക്കിയില്ലേ? മാഷാ അല്ലാഹ്, മബ്റൂക്ക്. ഇനി നമുക്ക് അഞ്ചാമത്തെ പ്രവർത്തനം നോക്കാം. നഖ്താറിൽ ജുമല സഹീഹ ലിസുവരിൽ മുനാസബ വനക്തുബ്. താഴെയുള്ള സെൻറ്റൻസുകൾക്ക് അനുയോജ്യമായ ചിത്രത്തിൻ്റെ താഴെ എഴുതാൻ. അല്ലേ? യൽഅബുൽ ഔലാദു ഖുറത്തൽ ഖദം. കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നു. ഏതിൻ്റെ താഴെ എഴുതണം? അല്ലേ? ഇത് നമുക്ക് 1 നമ്പർ കൊടുക്കാം. ഇവിടെ ഫുട്ബോൾ കളിക്കുന്ന ചിത്രം അല്ലേ? ഏതാ? ഇവിടെ വരും. ഓക്കെ. അടുത്തത് യഅ്കുലു സിഞ്ചാബ് മാഞ്ച. സിഞ്ചാബ് എന്ത് തിന്നുന്നു? മാങ്ങ തിന്നുന്നു. അല്ലേ? ഇതല്ലേ? അപ്പോൾ ഇത് 2. നമുക്കിവിടെ 2 കൊടുക്കാം. ഓക്കെ. തസ്ഖിൽ ബിന്തു അഷത്തില. കുട്ടി ചെടി നനയ്ക്കുന്നു. 3. എവിടെ കുട്ടി ചെടി നനയ്ക്കുന്നത്? 3. ഓക്കെ. തൽഅബുൽ ബനാത്തു ഹോക്കി. കുട്ടികൾ ഹോക്കി കളിക്കുന്നു. പെൺകുട്ടികൾ എവിടെ ധരിക്കുന്നു. അല്ലേ? അപ്പോൾ ഏതാ വരിക? 4. ഈ 4 ഏതാണ്? ഇതാണ് 4. ഓക്കെ. യുഷാഹിദുൽ വലതു വത്തിൽഫാസ്. കുട്ടി എന്ത് കാണുന്നു? TV കാണുന്നു. 5. അല്ലേ? അപ്പോൾ 5 ഇതാണ്. ഏതാണ് എഴുതേണ്ടത്? ഈ 5 കേട്ടോ. ഈ സെൻറ്റൻസ് ആണ് എഴുതേണ്ടത്. ഓക്കെ. അപ്പോൾ 5ാമത്തെ പ്രവർത്തനം കഴിഞ്ഞു. ഇനിയോ 6ാമത്തെ പ്രവർത്തനം എന്താണ്? നുക്കമ്മിലിൽ മൻളൂം കമാഫിൽ മിൻസാൽ. ഉദാഹരണത്തിലുള്ളതുപോലെ പദ്യം പൂരിപ്പിക്കാൻ. യാ ഉസ്ഫൂരി യാ ഉസ്ഫൂരി ഉഹിബ്ബു ലൗനക്കൽ അസ്ഫർ. നിന്റെ മഞ്ഞ നിറം എനിക്കിഷ്ടമാണ്. അപ്പോൾ കാക്കയോട് പറയണം യാ ഖുറാബി യാ ഖുറാബി. ഉഹിബ്ബു എന്ത് വരും? ഏതാ നിറം? ഉഹിബ്ബു ലൗനക്ക അൽ അസ്വദ്. അൽ അസ്വദ് നിറം പഠിച്ചിരിക്കണം. അടുത്തത് ഇതാരാണ്? ഇത് ലക്ക് ലക്ക് അല്ലേ? അപ്പോൾ ലക്ക് ലക്ക്. യാ ലക്ക് ലക്കി. യാ ലക്ക് ലക്കി. യാ ലക്ക് ലക്കി എന്ന് എഴുതണം. യാ ലക്ക് ലക്കി യാ ലക്ക് ലക്കി ഉഹിബ്ബു ലൗനക്കൽ അബിയദ്. നിന്റെ വെള്ള നിറം എനിക്കിഷ്ടമാണെന്ന്. അടുത്തത് ഇവിടെ താവൂസി അല്ലേ? യാ താവൂസി യാ താവൂസി. താവൂസേ താവൂസേ എനിക്കിഷ്ടമാണ്. അപ്പോൾ വീണ്ടും ഇവിടെ ഉഹിബ്ബു. ഉഹിബ്ബു ലൗനക്ക. ലൗനക്കൽ അബിയദ് അല്ല അസ്റഖ്, നീല നിറം. പിന്നെ അവസാനത്തെ ഒരാൾ കൂടി ഇവിടെ ഇരിക്കുന്നുണ്ട്. ആരാണത്? ബബ്ഗ. അപ്പം എങ്ങനെ പറയണം? യാ ബബ്ഗാഇ. യാ ബബ്ഗാഇ യാ ബബ്ഗാഇ യാ ബബ്ഗാഇ യാ ബബ്ഗാഇ. ബബ്ഗാഇന്റെ നിറം എന്താ? ഉഹിബ്ബു ലൗനക്ക ലൗനക്കൽ അഖ്ളർ. പച്ച നിറം. ലൗനക്കൽ അഖ്ളർ. അത്രയും കൊടുക്കുക. ഓക്കെ. സിമ്പിൾ അല്ലേ? സിമ്പിൾ. ഓക്കെ. ഇത്രയാണ് നിങ്ങളുടെ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ മക്കളുടെ മാർക്ക് എത്രയാണെന്ന് പറയാനാണ് കേട്ടോ. ഇഷ്ടമായില്ലേ വീഡിയോ? അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.